നമുക്കൊരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ? അത് നമ്മുടെ സ്വന്തം ഗാർഡനിലെ സ്ട്രോബെറീസ് ആണെങ്കിലോ? ബാ, നമുക്ക് സ്ട്രോബെറി പറിക്കാൻ പോവാം. ഇത് UK ഞങ്ങളുടെ ഗാർഡനിലെ ഞങ്ങൾ തന്നെ നട്ട് വളർത്തിയ സ്ട്രോബെറി പ്ലാന്റ്സിൽ നിന്നുണ്ടായ സ്ട്രോബെറീസ് ആണ് കേട്ടോ. ഏകദേശം ഒരു 20 തൈയോളം ഞങ്ങൾ നട്ട് അതിൽ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സിലും നമുക്ക് സ്ട്രോബെറീസ് ഉണ്ടായി കേട്ടോ. ഡെയിലി സ്ട്രോബെറി ആൻഡ് ബ്ലൂബെറി എൻ്റെ ലഞ്ച് ബോക്സിൽ കൊണ്ടുവന്നത് എനിക്കൊരു ഒബ്സഷനായി കേട്ടോ. പക്ഷെ ഇതത്ര ചീപ്പൊന്നുമല്ല, അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ്. സമ്മറൊക്കെ ആയപ്പോഴേ എൻ്റെ ഹസ്ബൻഡ് ഒരു ഐഡിയ പറഞ്ഞു. ആൾക്ക് കുറച്ച് ഗാർഡനിങ് ഒക്കെ വശമുണ്ട്. അപ്പോൾ ആളുടെ തീരുമാനമായിരുന്നു, നമുക്ക് കുറച്ച് സ്ട്രോബെറി തൈകൾ മേടിച്ചിട്ടൊന്ന് നട്ട് നോക്കാം. അത് സക്സസ് ആവുകയാണെങ്കിൽ നിനക്ക് എന്നും സ്ട്രോബെറി അതിനകത്തുനിന്ന് കിട്ടുമല്ലോ എന്ന്. അപ്പം ഞാനും ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പലപ്പോഴായി പലതരം ഷോപ്പുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു 20ഓളം സ്ട്രോബെറി തൈകൾ ഞങ്ങളിവിടെ നട്ട് കേട്ടോ. അങ്ങനെ എല്ലാം സക്സസ് ആയി, എല്ലാത്തിലും പൂവുണ്ടായി, കാ പിടിച്ചു, സ്ട്രോബെറി ഉണ്ടായി. അപ്പം ഏകദേശം ഒരു 10 സ്ട്രോബെറി എങ്കിലും മിനിമം ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഡെയിലി. അങ്ങനെ ആ സ്ട്രോബെറി വെച്ചിട്ടാണ് ഞാനിപ്പോൾ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് പഴവും ആഡ് ചെയ്തു, കുറച്ച് മിൽക്കും ആഡ് ചെയ്തു, കുറച്ച് ഹണി ആഡ് ചെയ്തു. അങ്ങനെ അത് നല്ല പോലെ ബ്ലെൻഡ് ചെയ്തു. ഇതേ നല്ല മധുരമുള്ള സ്ട്രോബെറി ആട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു വീട്ടിലൊക്കെ ഇങ്ങനെ നട്ട് വളർത്തുമ്പോൾ ഇത്രയും മധുരമുള്ള സ്ട്രോബെറി കിട്ടുമെന്ന്. അപ്പോൾ ആ മിൽക്ക് ഷേക്ക് റെഡിയായി. ഞാനിങ്ങനെ ഗ്ലാസ്സിലേക്ക് അത് ഒഴിച്ചു. ഞാനല്ല, എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഞാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ടേസ്റ്റ്.